തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ എംഎൽഎ കെ എസ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. കവടിയാർ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് തീരുമാനം. പ്രമുഖരായ നേതാക്കളെയും മത്സരത്തിനിറക്കാനും നീക്കമുണ്ട്. വിവരങ്ങൾ ആന്റണി ജിസ് ജോർജ് നൽകും. ആന്റണി, ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടുതൽ നില മെച്ചപ്പെടുത്തുക, ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് കോൺഗ്രസിന് ഉള്ളത്. ഏതാണ്ട് 3-ാം സ്ഥാനത്താണ് നിലവിൽ അംഗസംഖ്യയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ കോൺഗ്രസ് ഉള്ളത്. 1-ാം സ്ഥാനത്ത് LDF-ഉം 2-മത് BJP-യും 3-മതാണ് 10 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നിലവിൽ നഗരസഭയിൽ ഉള്ളത്. ഏതായാലും നില കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് കുറച്ചുകൂടി പ്രമുഖരായ നേതാക്കളെ രംഗത്തിറക്കി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത്. ഏതായാലും KS ശബരിനാഥനെ തന്നെ ഇറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ഒരു ധാരണ. കവടിയാർ മണ്ഡലത്തിൽ നിന്നായി കവടിയാർ വാർഡിൽ നിന്നായിരിക്കും KS ശബരിനാഥൻ മത്സരിക്കുക. ശബരിനാഥൻ താമസിക്കുന്നത് തൊട്ടടുത്തുള്ള ശാസ്തമംഗലം വാർഡിലാണ്. അത് വനിതാ സംവരണ വാർഡാണ്. അതുകൊണ്ടാണ് കവടിയാറിലേക്ക് മാറിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡാണ് കവടിയാർ എന്ന് പറയുന്നത്. ഏതായാലും അവിടെ നിന്ന് ഒരു കോൺഗ്രസിന് ഒരു മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ KS ശബരിനാഥനെ രംഗത്തിറക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചുമതല മുതിർന്ന നേതാവ് K മുരളീധരനാണ്. K മുരളീധരന്റെ നേതൃത്വത്തിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാവുന്നതുപോലെ ശബരിനാഥൻ നേരത്തെ അരുവിക്കര MLA ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വേറെ ചുമതലകളൊന്നും നിലവിലില്ല. ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ കൂടുതൽ ശക്തമായൊരു മത്സരത്തിനു വേണ്ടി കോൺഗ്രസ് ഒരുങ്ങുന്നത്. അതിനുവേണ്ടി ശബരിനാഥനെ തന്നെ രംഗത്തേക്ക് ഇറക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ പ്രമുഖരായ നേതാക്കളെ തന്നെ വിവിധ പ്രധാനപ്പെട്ട വാർഡുകളിൽ ഇറക്കി മത്സരത്തെ നേരിടാനാണ് ഇപ്പോൾ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഏതായാലും CPI-യും BJP-യും ഇക്കുറി പ്രധാനപ്പെട്ട ആളുകളെ തന്നെയാണ് ഇറക്കുന്നത്. BJP-ക്ക് കഴിഞ്ഞ തവണയും ഭരണം നഷ്ടപ്പെട്ട ഒരു വാർഡാണ്, ഒരു നഗരസഭയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ കൂടുതൽ കടുത്തൊരു മത്സരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. BJP-യുടെ മുൻ ജില്ലാധ്യക്ഷൻ VV രാജേഷ് അതുപോലെ തന്നെ കരമന അജിത്ത് തുടങ്ങി ആളുകളെ ഇറക്കി നഗരസഭയിൽ ഭരണം പിടിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഒരു ശക്തമായ മത്സരം ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ആന്റണി, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ MLA KS ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കവടിയാർ വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. പ്രമുഖരായ നേതാക്കളെയും മത്സരത്തിനിറക്കാനും നീക്കമുണ്ട്. വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജാണ്.